വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മറ്റൊരു പാഠഭാഗമാണ്. ഒന്നാമത്തെ യൂണിറ്റിലെ പാഠഭാഗമാണ്. അടുക്കള എന്ന ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ നോക്കി, അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഇനി നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ചട്ടിപ്പത്തിരി എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പം ഇനി മറ്റൊരു അടുക്കളയിലേക്ക് പോകാം. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഒരു അടുക്കളയിലെ പാഠഭാഗം തന്നെയായിരുന്നു. ഇനി അടുത്തതും ഒരു അടുക്കളയുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ്. ചട്ടിപ്പത്തിരി കൂട്ടുകാർ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് നമ്മൾ ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ്. നമുക്ക് എന്തായാലും ഈ കഥയൊന്ന് വായിച്ചു നോക്കാം. പത്തിരി. അതിർമാൻ പിയാപ്പിള വൈകുന്നേരം തന്നെ സാമാനങ്ങളൊക്കെ വരുത്തിച്ചു. പിറ്റേന്ന് രാവിലെ ചട്ടിപ്പത്തിരിയുടെ ഇതിഹാസം ആരംഭിക്കുന്നു. വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണി നോക്കേണ്ടതാണ്. ഏറെ കുട്ടികളുള്ള പുരയാണ്. കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. 2 റാന്തൽ കോതമ്പപ്പൊടി, 30 കോഴിമുട്ട, 1/2 റാന്തൽ വെള്ള കിസ്മിസ്, 1/2 റാന്തൽ കസ്കസ്, 1/4 റാന്തൽ ബദാം, 1/2 റാന്തൽ നല്ല പശുവിൻ നെയ്യ്, 1/2 റാന്തൽ പഞ്ചസാര, 5 ഉറുപ്പിക തൂക്കം ഏലത്തിരി, 1/4 കുപ്പി പനിനീർ. എല്ലാം കണക്ക് പോലെയുണ്ട്. ഇനി വേണ്ടത് കാൽസേർ പാലാണ്. നേരത്തെ വാങ്ങി വെച്ചാൽ തെരത്തുപോകും. പക്കീർ ചിത്താത്ത പയ്യുപ്പാല് കൊണ്ടോന്നോ? പിച്ചായി ചെയ്യാത്ത ചോദിച്ചു. മൂപ്പത്തി എപ്പം കൊണ്ടുവന്നിക്കണ്? ഞാൻ ഉറിമ്മൽ മൂടി വെച്ചിക്കണ്, കൽമേയി പറഞ്ഞു. കൽമേയി പാലും അടുത്തു തന്നെ കൊണ്ടുവന്നു വെച്ചു. പിച്ചായി ചെയ്താത്ത കോതമ്പപ്പൊടിയെടുത്ത് വെള്ളം ചേർത്ത് കുഴച്ച് മാവാക്കി വെച്ചു. അതിനിടക്ക് കൽമേയി വെള്ളം നിറച്ച ഒരു പിഞ്ഞാണത്തിൽ ബദമെടുത്തിട്ടു. പൊതിരട്ടെ. പാത്തുമ്മേയി താത്ത 30 കോഴിമുട്ടയും ഉടച്ച് സാനിൽ പാർന്നു. പഞ്ചാര പൊതിയഴിച്ച് കുറച്ച് പഞ്ചാര ഉടച്ച മുട്ടയിലിട്ടു. ഏലത്തിരിയും എടുത്തിട്ടു. അതാ പനിനീരിൻ്റെ കുപ്പി, ഇങ്ങട്ടെടുക്ക് മോളെ. കൽമേയി പനിനീരിൻ്റെ കുപ്പി നീക്കി വെച്ചപ്പോൾ കുറച്ചു പനിനീരും ആ മുട്ടയിൽ ചേർത്തു. ആസ തിരിക്കുന്ന മാതിരി വലതുകൈ ചലിപ്പിച്ച് മുട്ടയുടച്ചത് അടിക്കാൻ തുടങ്ങി. മോളെ, അതാ മാവ് കുഴച്ചത്. എല്ലാവരും കൂടി 20 തോല് പരത്തിക്കോളി. കൽമേയി ഇരുന്നു. അനുജത്തി ബീരാമ്പി ഇരുന്നു. കൽമേയിയുടെ മൂത്ത മകൾ കച്ചേയും ഇരുന്നു. ചെറിയ മുട്ടിപ്പലകയിലാണ് ഇരുന്നത്. ഓരോരുത്തരും മുമ്പിൽ പത്തിരി പരത്തുന്ന വലിയ വട്ടപ്പലകകൾ വലിച്ചിട്ടു. കുറച്ച് പൊടിയെടുത്ത് ആദ്യം പലകമ്മേൽ വിതറി. കുഴച്ച മാവെടുത്ത് 3 പേരും കൂടി 20 ഉരുളകളാക്കി ഉരുട്ടി. ഓരോന്നും വലിയ ആപ്പിളിൻ്റെ വലിപ്പമുണ്ട്. പത്തിരി കോഴുകൾ തുടച്ച് ഉരുളകളിൽ അമർത്തി റോളർ ഉരുട്ടും പോലെ ഉരുട്ടിക്കൊണ്ട് പരത്താൻ തുടങ്ങി. അമർത്തി ഉരുട്ടും തോറും മാവ് ആനച്ചെവിയുടെ രൂപത്തിൽ പലകമ്മേൽ പരക്കുന്നു. ഇത് കയ്യിലുമ്മൽ ഒട്ടിപ്പിടിക്കുന്നു. കുറച്ച് പൊടി വേണം. ബാക്കിയുള്ള പൊടിയുടെ പൊതി കൽമേയി നീക്കി കൊടുത്തു. ബീരാമ്പി പൊടി പൊത്തിയെടുത്ത് പലകമ്മേലും കുഴലിന്മേലും ഒന്ന് പൂശി. എന്നിട്ടൊന്ന് പരത്തി നോക്കി. ഇപ്പോൾ ഒട്ടുമില്ല. കച്ചേയും അതുതന്നെ ചെയ്തു. പിച്ചായി ചെയ്താത്ത പറഞ്ഞു, 3 ആള് പരത്താനിരുന്നാൽ ശരിയാവൂല. ഒരാള് അത് ഓട്ടിലിട്ട് ബാട്ടിയെടുക്കാനിരിക്കട്ടെ. ആനച്ചെവി വലുപ്പത്തിൽ നേർമയിൽ പരത്തിയ ആദ്യത്തെ തോല് ഉമ്മയെ കാണിച്ചുകൊണ്ട് കൽമേയി ചോദിച്ചു, വലിപ്പം ഇത് മതിയോ? പിച്ചായി ചെയ്താത്ത നോക്കിയിട്ട് പറഞ്ഞു, ചെനമ്പം കൂടി വലിപ്പം ഇരുന്നോട്ടെ. വലിയ ചട്ടിപ്പത്തിരിയല്ലേ, പലക നിറയിൽ തന്നെ കണക്ക്. അല്ല, അച്ചെമ്പ് ഇങ്ങോട്ട് നീക്ക്. കൽമേയി വട്ടച്ചെമ്പ് നീക്കി കൊടുത്തു. വേഗം ചെമ്പെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചിട്ട് പിച്ചായി ചെയ്താത്ത വെള്ള കസ്കസ് കഴുകി ഊറ്റി ചെമ്പിലിട്ടു. എന്നിട്ട് പറഞ്ഞു, നെയ്യ് ഇങ്ങോട്ടെടുക്ക്. കസ്കസ് പൊരിയുന്നുണ്ട്. അതിൽ കുറച്ച് നെയ്യൊഴിച്ച് വാങ്ങി വെച്ചു. കിസ്മിസ് എടുക്ക്. കിസ്മിസ് എടുത്ത് നെയ്യിൽ പൊരിച്ച് കോരിയെടുത്തു. കരിഞ്ഞു പോയോ? ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു. ബീരാമ്പി എണീറ്റ് കയ്യിൽ കണ കൊണ്ട് പൊരിഞ്ഞ കിസ്മിസിൽ കുത്തി നോക്കി. ഇല്ല, കണക്കാണ്. സമാധാനം. പിച്ചായി ചെയ്താത്ത പിഞ്ഞാണത്തിൽ നിന്ന് പൊതിരാനിട്ട ബദാമെടുത്ത് തോലുരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, പാലും പഞ്ചാരയും കലക്കി വെച്ചോ? കൽമേയി വിരൽ കടിച്ചു. ഞാനിത് മരിച്ച പോലെ മറന്നുപോയി. നല്ല മറത്തിയാ. എല്ലാത്തിനും ഞാൻ ധനം വേണമെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ ഉമ്മ ഉണ്ടാവുമോ? പിച്ചായി ചെയ്താത്ത പശുവിൻ പാലെടുത്ത് പഞ്ചസാരയിലിട്ട് നന്നായി ഇളക്കി വേറൊരു വലിയ സാനിൽ ഒഴിച്ചു. ബാട്ടിയ തോരൊക്കെ ഇതിലിട്, പദം പെരട്ടെ.
അല്ല, രണ്ടാളും കൂടി ഇതുവരെ 2 തോല പരത്തിയത്? ഇക്കണക്കിന് ഇതാവാ മോന്തിയാവോലോ. ഇല്ലമ്മ, ഇപ്പം പരത്തി തരാം. അവർ പണിക്ക് വേഗം കൂട്ടി. അടുപ്പ് പോണ്, ചെമ്പെടുത്ത് അടുപ്പത്ത് വെക്കി. അടുപ്പിൽ വെറുതെ തീ കത്തുന്നത് കണ്ടപ്പോൾ പിച്ചായി ഷെയ്ത്താത്ത പറഞ്ഞു. നെയ്യിൽ മൊരിച്ചെടുത്ത വെള്ള കസ്കസും കിസ്മിസും ബദാമും നുറുക്കിയ കഷ്ണങ്ങളും കൂട്ടിക്കുഴച്ച് ബണ്ടമാക്കി ഒരു വലിയ കാസയിൽ മാറ്റിവെച്ചു. വല്യമ്മ, കോളായോ? കൽമേയുടെ മകൻ അബു അടുക്കളയിൽ കടന്നിട്ട് ചോദിച്ചു. എത്തിയോ? ആളെ തലപ്പിരാന്തെടുപ്പിക്കാണ്ട് അപ്പുറം പോയിരുന്നാട്ടെ. ഇത് ഇക്കൊന്നും തിന്നാനല്ല, ഒരു തീല് കൊടുക്കാനാ. അപ്പം ഞമ്മക്കില്ല അല്ലേ? പിച്ചായി ഷെയ്ത്താത്ത ഈറയാണ് പിടിച്ചത്. എന്താ, ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ. ഗ്രാമഫോണിൽ വന്ന ഒരു പാട്ടും മൂളിക്കൊണ്ട് ഒരു കഷ്ണം ബദാമും കടിച്ച് അബു പോയി. കർമ്മയിൽ കുറച്ച് നെയ്യിട്ട് വട്ടച്ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ചു. നെയ്യൊരുക്കിയപ്പോൾ കുറച്ച് നെയ്യ് ചെമ്പിൻ മൂട്ടിൽ ബാക്കിയാക്കി. ശേഷിച്ചത് മുഴുവൻ കോരിയെടുത്ത് ഒരു തകരപ്പാട്ടയിലേക്ക് പകർന്നു. ചെമ്പ് താഴെ ഇറക്കി വെച്ചു. 20 തോലും പരത്തി കഴിയുമ്പോഴേക്ക് മണിക്കൂർ 3-4 കഴിഞ്ഞു. വേറെയും ചില കുട്ടികൾ അടുക്കളയിലേക്ക് വന്നു. കാസയിൽ പണ്ടം കുഴച്ചു വെച്ചതിൽ നിന്ന് ഒരു കഷ്ണം ബദാം എടുത്ത് ഉസ്മാൻ വായിലിട്ടു. പിച്ചായി ഷെയ്ത്താത്ത അവനെ ഒരു നോട്ടം നോക്കി. ഇങ്ങളെല്ലാരും കൂടി പണിയെടുക്കാമല്, ഇപ്പണി തീരൂല. ഒരു കണ്ടം ബദാം എടുത്തില്ലേ? ഇനി അപ്പുറം പോയി കളിച്ചോളി. വേറൊരുത്തൻ ചോദിച്ചു. ഒരു കണ്ടം കിസ്മിസ്? മാവ് പരത്തി തോലാക്കിയവരും പരത്തിയ തോല് ഓട്ടിലിട്ട് വാട്ടിയവളും എണീറ്റ് പത്തിരിപ്പലകകൾ മാറ്റിവെച്ചപ്പോൾ പിച്ചായി ഷെയ്ത്താത്ത ചോദിച്ചു. 20 തോല് തികച്ചുമില്ലേ? അവർ ഒരിക്കൽ കൂടി എണ്ണി. ഉണ്ട്. ഇനി കയ്യാക്കത്തിന് ഒരാൾ ഇവിടെ നിന്നാ മതി. കൽമയിൽ നിന്നു. മറ്റു 2 പേരും അടുക്കളയിൽ നിന്നും പോയി. പിച്ചായി ഷെയ്ത്താത്ത പാലിൽ പദം വരാനിട്ട വാട്ടിയ 2 തോലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി നെയ്യുള്ള ചെമ്പിലിട്ട് പണ്ടം ഇങ്ങോട്ടെടുക്ക്. കസ്കസും കിസ്മിസും ചേർത്ത് കുഴച്ച പണ്ടം കൽമേയി എടുത്തു നീട്ടി. അട്ടിയായി വെച്ച 2 തോലിൻ്റെ മീതെ മൂപ്പത്തി കുറച്ചു പണ്ടം വിതറി. എന്നിട്ട് പഞ്ചസാരയും ഏലത്തിരിയും പനിനീരും ചേർത്ത് കലക്കി അടിച്ചു വെച്ച കോഴിമുട്ട കൊഴുപ്പിൽ നിന്ന് കുറച്ചെടുത്ത് പണ്ടത്തിന്മേൽ പാർന്നു. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. മുട്ട കലക്കിയത് തോലിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയോ? അതിനു മീതെ പിന്നെ ഒറ്റത്തോലാണ് എടുത്തു വെച്ചത്. അതിനു മീതെ പണ്ടമിട്ടു. മുട്ട കലക്കിയതും പാർന്നു. പടച്ചോനെ, ഇത് നന്നാകണേ, ആളെ കൊണ്ട് പറയിപ്പിക്കരുതേ. ആയോ? ഏതോ കുട്ടി അടുക്കളവാതിൽ നിന്ന് ചോദിച്ചു. പിച്ചായി ഷെയ്ത്താത്ത അത് കേട്ടില്ല. അതെന്നല്ല, ലോകത്തിലെ മറ്റൊരുച്ചയും കേട്ടില്ല. കണ്ണും കൽബും ആത്മാവും ഒക്കെ ചെമ്പിനകത്ത് രൂപം പ്രാപിച്ചു വരുന്ന ചട്ടിപ്പത്തിരിയുടെ സൃഷ്ടികർമ്മത്തിൽ തറച്ചു നിൽക്കുന്നു. കണ്ണോ മനസ്സോ ഒന്ന് തെറ്റിയാൽ കുപ്പായം വിയർപ്പിലൊട്ടി. നെറ്റിയുടെ 2 അറ്റങ്ങളിലും പളുങ്കിൻ്റെ മണി പോലെ വിയർപ്പിൻ്റെ തുള്ളികൾ ഉരുണ്ടുകൂടി നിന്നു. മനസ്സ് വട്ടച്ചെമ്പിനകത്തു മാത്രം വട്ടമിട്ട് പറക്കുന്നു. നന്നായാൽ മതി റബ്ബേ. പിച്ചായി ഷെയ്ത്താത്ത ആദ്യം ചെയ്തു തന്നെ ആവർത്തിക്കുന്നു. 4-ാമത്തെ തോല് വെച്ചു. എല്ലാം ക്രമമനുസരിച്ച് നടക്കുന്നു. 19-ാമത്തെ തോലാണ്. 20 തികയുന്നു. ഇതാണ് പിച്ചായി ഷെയ്ത്താത്ത ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത്. നിവർന്നു നിന്നു നോക്കി. ബാക്കിയുള്ള പണ്ടം മുഴുവൻ 20-ാമത്തെ തോലിൽ മുകളിൽ വിതറി. ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. എല്ലാം സമമായി പതിഞ്ഞിരിക്കുന്നു. മുട്ട കലക്കിയ സാൻ കയ്യിലെടുത്തു. അത് മുഴുവൻ വടിച്ച് അവസാനത്തെ തോലിനു മീതെ നടുവിൽ പാർന്നു. എല്ലാ ഭാഗത്തേക്കും ഒലിച്ച് സമമാകുന്നു. 31 നിവർന്ന് കൈകുടഞ്ഞു. ഊർന്നു വീണ തട്ടം നേരെയാക്കി. എന്നിട്ട് ബിസ്മില്ലാ. വിറക്കുന്ന കൈകളോടെ ചെമ്പ് അടുപ്പത്ത് കയറ്റുന്നു. മൂടിയെടുത്ത് ചെമ്പിന് മുകളിൽ വെച്ചു. അടുപ്പിലെ ചകിരിത്തീയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിന് മുകളിലിട്ടു. പുതിയ ചകിരിയിട്ടു. അടുപ്പിലെ തീയൊന്ന് ഉള്ളോട്ട് തള്ളി. മാറി നിന്ന് അടിയിലും മുകളിലും തീ ശരിയായ നിലയിലാണോ എന്ന് നോക്കി. ബറാബർ. റബ്ബേ, ഇത് നന്നാകണേ. നെറ്റിയിൽ ഉരുണ്ടുകൂടിയ വിയർപ്പ് തുള്ളികൾ ചൂണ്ടുവിരൽ മടക്കി തുടച്ച് അവർ പ്രാർത്ഥനാഭാവത്തിൽ നിന്നു. നന്നാവും മോളെ, ഒരു ബായിക്ക് ബെത്തലെടുക്കാം. ഇനിയൊന്ന് മുറുക്കണം. പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. മനസ്സിൽ നിറഞ്ഞ നിർവൃത്തി. സുൽത്താൻ വീട് PA മുഹമ്മദ് കോയ എഴുതിയ ഒരു കഥയാണിത്. ഇത് നമ്മുടെ ഈ കോഴിക്കോട് ഭാഗത്താണ് ഈ ചട്ടിപ്പത്തിരിയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്ലാങ്ങിലുള്ള എഴുത്താണ് ഇതിലുള്ളത്. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വായിക്കുമ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ നല്ല രസത്തിലാണ് അത് സംസാരിക്കുക. ചില വാക്കുകൾ നമുക്ക് അറിയാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു തൃശ്ശൂർ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ളതും ഇവരുടെയും കുറച്ച് വ്യത്യാസമുണ്ട്. മലയാളം തന്നെ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. അപ്പം ആ ഒരു ശൈലിയിൽ എഴുതിയ ഒരു കഥയാണിത്. നമ്മുടെ എന്താ പറയുന്നത്, ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വായിക്കാം, പറയാം എന്നുള്ളതാണ്.
അടുക്കളയിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുറേ ഉപകരണങ്ങളുണ്ട്. ഏതെല്ലാമാണവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഏതായിരുന്നു കൂട്ടുകാരെ അതൊക്കെ? ഒന്ന് ഒരു വലിയ വട്ടപ്പലക അല്ലെ, പത്തിരി പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ പിഞ്ഞാണം വേണം വെള്ളം നിറക്കാൻ, പത്തിരിക്കുഴൽ വേണം, വട്ടച്ചെമ്പ് വേണം അതോ ചട്ടിപ്പത്തിരി വേവിക്കാൻ വേണ്ടിയിട്ട്, സാന് വേണം മുട്ട അടിക്കാൻ വേണ്ടി, തകരപ്പാട്ട വേണം നെയ്യ് ഒഴിക്കാൻ, ചെമ്പ് വേണം ചോറ് വെക്കാനുള്ള വലിയ ഒരു പാത്രമാണത്, കശുവണ്ടി നുറുക്കാൻ കഞ്ഞിപ്പാത്രം കത്തി വേണം, കച്ചവട പാത്രങ്ങൾ വേണം അഥവാ പണ്ടം വെക്കാൻ വേണ്ടിയിട്ട്, കയ്യിൽ കണം വേണം, ചെറിയ ഒരു മുള്ളു പോലെയുള്ളതാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഏറെ കുട്ടികളുള്ള പുരയാണ്, കുട്ടികളുടെ കൈകൾ എല്ലായിടത്തും എത്തും. ഇങ്ങനെ പറഞ്ഞത് ഏതു സന്ദർഭത്തിലാണ്? ഇങ്ങനെ പറയാൻ കാരണം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇത്? നമ്മുടെ കഥയിലെ പിച്ചായി ഷെയ്ത്താത്ത പറഞ്ഞ കാര്യമാണ്. കുട്ടികൾ കൂടുതലുള്ളതുകൊണ്ടും അവർ എടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും സാധനങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഞാൻ മരിച്ച പോലെ മറന്നുപോയി. ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ച് തീരെ ഓർമ്മയില്ലാതിരിക്കുന്ന അവസ്ഥയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, പക്ഷേ നമ്മൾ ഫുള്ളായിട്ട് മറന്നുപോയി. അപ്പോഴാണ് നമ്മൾ പറയുക ഞാൻ മരിച്ച പോലെ മറന്നുപോയി എന്നുള്ളത്. ഇത് കൽമേയി പാലും പഞ്ചസാരയും കലർത്താൻ മറന്നുപോയപ്പോഴാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കാം. എന്താ ജനിച്ചിട്ട് ചട്ടിപ്പത്തിരി കാണാത്തതല്ലേ? അല്ല പിന്നെ. ആരാണ് ഇങ്ങനെ പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇത് നമ്മുടെ ബിച്ചായി ഷെയ്ത്താത്ത പറഞ്ഞതാണ്. അബു എന്ന കുഞ്ഞ് അടുക്കളയിൽ വന്ന് അപ്പം ഞമ്മക്കില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടു കൂടി നീ ജനിച്ചിട്ട് ഇതുവരെ ചട്ടിപ്പത്തിരി കഴിച്ചിട്ടില്ലേ എന്ന അർത്ഥത്തിൽ ആണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ബിച്ചായി ഷെയ്ത്താത്ത അത് കേട്ടില്ല, അതെന്നല്ല ലോകത്തിലെ മറ്റൊരൊച്ചയും കേട്ടില്ല. എന്താവും കാരണം? എന്തുകൊണ്ടാണ്? ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് തന്നെ ആവശ്യമാണെന്നും അതിനിടയിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനോ കേൾക്കാനോ കഴിയില്ലെന്നുമുള്ള കാരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിലെ അടുത്ത ചോദ്യം നോക്കാം. അവസാനത്തെ ചോദ്യമാണ്, പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവിടെ താജ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? എന്തുകൊണ്ടാണ്? ഒരുപാട് സമയവും പ്രയാസവും എടുത്ത് ചെയ്യുന്ന ഒരു പലഹാരം തന്നെയാണ് ചട്ടിപ്പത്തിരി. ആ പരിശ്രമത്തിനാണ് താജ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചട്ടിപ്പത്തിരി താജിലേക്ക് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലെ അടുത്ത പ്രവർത്തനം നാടൻ പദങ്ങളും പ്രയോഗങ്ങളും എന്നുള്ളതാണ്. റാന്തല്, സേറ്, പൊതിരുക, തെരഞ്ഞു പോകുക, മറതി, ഇങ്ങനെ ഒട്ടേറെ നാട്ടുഭാഷാ പദങ്ങൾ ഈ പാഠഭാഗത്തുണ്ട്. പാഠഭാഗത്തെ ഇത്തരം പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തി ചാർട്ടിലെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ പാഠഭാഗത്തിൽ കുറച്ച് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നോക്കാം. അപ്പോൾ അവിടെ ഇതുപോലെ 2 കോളമാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് നാടൻ പദം, ഒന്ന് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ പരിഭാഷ. ഓക്കെ, ഒന്നാമത്തത് താടിക്കാരി എന്നുള്ളതാണ്. താടിക്കാരി എന്ന് പറഞ്ഞാൽ പക്കൽക്കാരി അല്ലെങ്കിൽ അടുപ്പിനരികിലിരിപ്പുള്ള ഒരു സ്ത്രീയെ പറയുന്നതാണ്. പണി എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നതാണ് അർത്ഥം. അടുത്തത് ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ മുട്ടയും മസാലയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ്. തവളക്കണ്ണ് എന്ന് പറഞ്ഞാൽ വലുതും കിളിരിപ്പുള്ളതുമായ കണ്ണുകളെ പറയുന്നതാണ് തവളക്കണ്ണ് എന്നുള്ളത്. അടുത്തൊരു പ്രയോഗമാണ് പാരയില എന്ന് പറഞ്ഞാൽ വലിയ ഇല അഥവാ വലിയ ഇലകളിൽ പൊതിയുക എന്ന് അർത്ഥമാണ്. അടുത്തത് കട്ട എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള അല്ലെങ്കിൽ കട്ടിയുണ്ടാക്കുന്ന. താളം തെറ്റാതെ അല്ലെങ്കിൽ ഒരേപോലെ തുടരണം എന്നുള്ളതാണ്. അടുത്തത് തന്തം എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അവളും കുട്ടിയും ചേർന്നു, അത് അവളും അമ്മയും കുട്ടിയും ഒത്തുചേർന്നാൽ എന്നതാണ്. റാന്തൽ എന്ന് പറഞ്ഞാൽ തൂക്കം അളക്കുന്ന ഒരു പഴയ കൽക്കരണ മാപ്പാണ്. ഓക്കെ, അര റാന്തൽ എന്നൊക്കെ പറയാറുണ്ട്. ഇനി സേർ പാല് എന്ന് പറഞ്ഞാൽ 1/4 ലിറ്ററാണ്, അഥവാ ചെറുതായിട്ടുള്ള ഒരു അളവിനെയാണ് 1/4 ലിറ്റർ എന്ന് പറയാം. 1/4 ലിറ്റർ, അര ലിറ്റർ, 3/4 ലിറ്റർ എന്നൊക്കെ പറയാറുണ്ട്. മറതി അല്ലെങ്കിൽ മറതിയ എന്ന് പറഞ്ഞാൽ മറന്നുപോയി അല്ലെങ്കിൽ മറന്നുപോയതല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഇനി അടുത്തത് പൊതിരുക എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക. ഉദാഹരണം ബദാം പൊതിരട്ടെ എന്ന് പറഞ്ഞാൽ ബദാം തിളപ്പിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. ബറട്ടെ അല്ലെങ്കിൽ വറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വേവിക്കുക അല്ലെങ്കിൽ താപം ഏറ്റെടുക്കുക. കഞ്ഞിക്കയ്യാക്കം പാചകത്തിൽ ആകെയുള്ള ഭാഗം അല്ലെങ്കിൽ അവസാന ഘട്ടം.
ഇനി പണ്ടെന്ന് പറഞ്ഞാൽ മിശ്രിതമാണ്, കറിവേറുകൾ കലർന്ന മാവ് പോലുള്ളതിനെയാണ് പറയുന്നത്. ഇനി ബേജാറ് എന്ന് പറഞ്ഞാൽ നിരാശ അല്ലെങ്കിൽ വിഷമം. ഉദാഹരണം, ബേജാറോടെ മൂപ്പത്തി ചോദിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വിഷമത്തോടെ, നിരാശയോടെ അല്ലെങ്കിൽ ഉത്കണ്ഠയോടെ എന്നൊക്കെ പറയാം. തഹച്ചു എന്ന് പറഞ്ഞാൽ എണ്ണ പാർക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. താജ് പണിയുന്ന താത്ത. പലഹാരങ്ങളുടെ താജ് പണിയുന്ന ബിച്ചായ് ഷെയ് താത്ത എന്ന ഈ കഥ വായിക്കാത്ത കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഒരു കത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് എന്നൊക്കെ ഉൾപ്പെടുത്തി നമുക്കൊരു കത്ത് എഴുതി നോക്കാം. അപ്പോൾ കത്ത് എഴുതുമ്പോൾ സ്ഥലം ഉണ്ടായിരിക്കണം, തീയതി ഉണ്ടായിരിക്കണം, പിന്നെ പ്രിയ സുഹൃത്തിനാണ് നമ്മൾ എഴുതേണ്ടത്. സ്നേഹപൂർവ്വം നേരുന്നു, ഞാൻ ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു മനോഹരമായ കഥ വായിച്ചിരിക്കുന്നു. കഥയുടെ പേര് ചട്ടിപ്പത്തിരി. അതിൽ ഒരാളാണ് ബിച്ചായ് ഷെയ് താത്ത. എല്ലാവർക്കും മാതൃകയായ ഒരുപാട് പരിചയസമ്പത്തുള്ള വയസ്സായ ഒരമ്മാമ. ബിച്ചായ് ഷെയ് താത്തയെ നമ്മൾ പലഹാരങ്ങളുടെ താജ് പണിയുന്ന താത്ത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം അവൾ എത്ര മനോഹരമായി കരുതലോടെ നേരം നോക്കി കൃത്യതയോടെ ചട്ടിപ്പത്തിരി എന്ന പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കിയെന്ന് കാണുമ്പോൾ അതിജീവിതമായ ഒരു കലാകാരിയെ പോലെ തോന്നുന്നു. അവരുടെ മുന്നേറ്റം വളരെ പ്രാർത്ഥനാഭാവത്തോടെയും ആത്മാർത്ഥതയോടെയും ആയിരുന്നു. ഓരോ ഘടകവും വെച്ചുവെക്കുന്ന രീതിയും കുട്ടികളെ ചേർത്തു നിർത്തിയ താല്പര്യവും കഥയിൽ വളരെ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നു. അവരുടെ ശ്രമം ഒടുവിൽ വിജയിക്കുകയും ഒരു കെട്ടിയൊരുക്കിയ ചട്ടിപ്പത്തിരിയിലൂടെ എല്ലാവർക്കും സന്തോഷം പകരുകയും ചെയ്തു. ഇത്തരമൊരു താത്തയെ കാണുവാനൊരുങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ നല്ലൊരു ബഹുമാനവും സ്നേഹവും തോന്നി. ഇത്രയും മനോഹരമായ ഒരാളെക്കുറിച്ച് നിന്നോട് പങ്കുവെക്കണമെന്ന് തോന്നി. ഇത്തവണ നീയും ഈ കഥ വായിക്കണം, തീർച്ചയായും ഇഷ്ടപ്പെടും. സ്നേഹത്തോടെ നിൻ്റെ പേര്. ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതാവുന്നതാണ്. ഇനി അടുക്കള ആരുടേതാണ് എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. എല്ലാത്തിനും ഞാനെത്തണമെന്ന് വെച്ചാലോ? നിങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കണ്ടേ? എല്ലാ കാലത്തും ചട്ടിപ്പത്തിരി ചൂടാൻ അമ്മ ഉണ്ടാവുമോ? ബിച്ചായ് ഷെയ് താത്ത തൻ്റെ പെൺമക്കളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ആൺമക്കൾക്കും ഇത് ബാധകമല്ലേ? അടുക്കള എന്ന കവിതയിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? ഒരു പക്ഷേ എൻ്റെ അമ്മയുടെയും അമ്മമ്മയുടെയും അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയുമായിരിക്കാം എന്ന വരികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ യുക്തിപൂർവ്വം അവതരിപ്പിക്കാനായി അടുക്കള ആരുടേതാണ് എന്ന വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ അടുക്കള എന്ന് പറയുന്നത് ഒരിക്കലും പെണ്ണിനെ അല്ലെങ്കിൽ സ്ത്രീക്ക് മാത്രമുള്ളതല്ല, പുരുഷനും സ്ത്രീക്കും ഒരുപോലെയുള്ളതാണ് എന്നുള്ളത് നമ്മൾ അടുക്കള എന്ന പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സന്ദേശം തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനുള്ളത്. ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്താണെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരിടം മാത്രമായിരുന്നു അടുക്കള. പക്ഷേ ഇന്നെന്താണ്, പുരുഷന്മാരും ഹോട്ടലുകളിലും ഷെഫുകളിലും വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഇതിനെ സമർത്ഥിക്കേണ്ടത്. ഇനി അഭിനയിക്കാം. നിങ്ങളുടെ ചിന്തയിലുള്ള മാറിയ അടുക്കളയെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതും കൂട്ടുകാർ സ്കൂളിൽ നിന്ന് ചെയ്യേണ്ട പ്രവർത്തനമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി ഇതുപോലെ ഓരോ ചാപ്റ്ററും അതിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഏത് വീഡിയോ ആണോ കാണുന്നത്, ഏത് വിഷയമാണോ കാണുന്നത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോവുക. അപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. എല്ലാവരും ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.